ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ ബി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന പോലീസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 427/2024. ഇപ്പം സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 1-ാം തീയതി വരെ, അടുത്ത ജനുവരി മാസം 1-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 15-ാം തീയതി വരും. പിന്നെ കമ്പനി കോർപ്പറേറ്റ് എക്സാം, മറ്റു ഡ്രൈവർ എക്സാമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് അറിയിക്കാനും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഡിസ്കഷനുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളിടുന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ കയറിയാൽ നമ്മൾ ഓരോ ക്ലാസ്സസ് യൂട്യൂബിൽ അപ്ലോഡ് ആകുന്നതിൻ്റെ നോട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്തായിട്ടുള്ളത് നമ്മുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറിൻ്റെ ഒക്കെ കോഴ്സസ്, വീഡിയോ ക്ലാസ്സസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ 399 രൂപയാണ് നമ്മുടെ കോഴ്സിന് വരുന്നത്. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചാൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഡിസ്കഷനും സംശയത്തിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ ഡിസ്കഷൻ സെക്ഷൻസ് വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് സംശയങ്ങളെല്ലാം മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു 2 മാസത്തിനകം കോഴ്സ് കംപ്ലീറ്റ് തീർത്തിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പം ചേരാനുള്ളവർ കഴിയുന്നത് നേരത്തെ തന്നെ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. നാളെ തൊട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വുമൻസിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പേരിലാണ് ഈ തസ്തിക വരുന്നത്. സാലറി 31,000 മുതൽ 66,000 വരെയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് വരുന്നത് സാധാരണ ജനറലിന് 20 മുതൽ 28 വയസ്സ് വരെയാണ് വരുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. 2/1/96 മുതൽ 1/1/2004 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ OBCക്ക് റിലാക്സേഷൻ ഉണ്ട്. 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണ് 33 വയസ്സ് വരെയും, എക്സ് മിലിറ്ററി ആണെങ്കിൽ 41 വരെയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ് ആണ്. 12ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലൈസൻസുമായിട്ട് 3 തരത്തിലുള്ള ലൈസൻസ് വേണം. ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, കാർ ഓടിക്കാനുള്ള ലൈസൻസ്, ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറാണ്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ഗിയർ സമ്മതിക്കത്തില്ല. മോട്ടോർ സൈക്കിൾ, അതായത് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് വേണം. സ്ത്രീകൾക്കാണെങ്കിലും ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് ആവശ്യമാണ്. പിന്നെ കാർ ഓടിക്കാനുള്ള ലൈസൻസ്, പിന്നെ നമ്മുടെ ഹെവി വാഹനം ഓടിക്കാനുള്ള ബാഡ്ജോട് കൂടിയ ട്രാൻസ്പോർട്ട് ലൈസൻസ്. ഇത് 3 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും, അതിന് മാർക്ക് ഉണ്ടാകും. അപ്പം അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാവുന്നവർ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ആണുങ്ങൾക്കും 157 സെൻറ്റിമീറ്റർ പെണ്ണുങ്ങൾക്കും വേണം. ആണുങ്ങൾക്ക് ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്ററും പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ. മിനിമം 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ കൂടെ വേണം. പിന്നെ SC STക്കാർക്ക് റിലാക്സേഷൻ ഉണ്ട്. 168 വേണ്ട, 161 മതി. ഹൈറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് 81 വേണ്ട, 76 മതി. ഫീമെയിൽസിനാകുമ്പോൾ, മെയിൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഫീമെയിൽസ് ആകുമ്പം 151 സെൻറ്റിമീറ്റർ നീളം മതി. പിന്നെ മറ്റ് ഡിഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഫിസിക്കൽ ഐറ്റംസ്. നമ്മുടെ സാധാരണ CPO ഫിസിക്കലിനെ അപേക്ഷിച്ച് എല്ലാത്തിനും റിലാക്സേഷൻ ഉണ്ടാവും. അതെല്ലാവർക്കും കിട്ടും. 100 മീറ്റർ റണ്ണ് 15 സെക്കൻഡ് മതി. ഹൈ ജമ്പ് 120 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 350 സെൻറ്റിമീറ്റർ, ഷോട്ട് പുട്ട് 600 സെൻറ്റിമീറ്റർ, ക്രിക്കറ്റ് ത്രോ ബോൾ 5000 സെൻറ്റിമീറ്റർ, പിന്നെ റോപ്പ് ക്ലൈംബ് 365.8 സെൻറ്റിമീറ്റർ, ചിന്നപ്പ് 8 ടൈംസ്. അതിന് മാത്രം മാറ്റിയില്ല. രണ്ടിനകത്തും CPOക്കകത്തും 8 ടൈംസാണ്, ഈ ഡ്രൈവറിനകത്തും 8 ടൈംസാണ്. 1500 മീറ്റർ റണ്ണ് 6 മിനിറ്റ് 30 സെക്കൻഡാണ്.
CPA-ക്കകത്തൊക്കെ വരുന്ന 5 മിനിറ്റ് 44 സെക്കൻഡാണ്. ഇത്രയും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇത്രയും ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇത്രയും കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ആണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇനി വുമൺസിലോട്ട് വരുമ്പം 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ത്രോ ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ്, ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി സിലബസ് പറയുകയാണെങ്കിൽ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത്. അതിൽ 30 മാർക്കിൻ്റെ ഡ്രൈവറും 20 മാർക്കിൻ്റെ നിയമമായിട്ട് ബന്ധപ്പെട്ട സിലബസിന് മാറ്റം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. IPC CRPC ഒക്കെ മാറിയിട്ട് BNS ഒക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പം അത് എന്താണെന്നുള്ളത് ഇനി അടുത്ത് ഇതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ സിലബസ് വരും. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ ഇപ്പം മറ്റേ ഡ്രൈവർ പോർഷൻ അത് തന്നെയായിരിക്കും. 30 മാർക്കിൻ്റെ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള സെയിം ടോപ്പിക്ക് തന്നെയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ സിലബസ് ഇപ്പം നിലവിൽ ഉള്ള സിലബസ് വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് ചെയ്യാം. പുതുതായിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണയൊക്കെ ചെയ്തതാണ്. ഓൾറെഡി ഒന്നുകൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്ത. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.